ചരിത്ര പ്രസിദ്ധമായ കശ്മീരിലെ ഹസ്രത്ത് ബാൽ മോസ്കിന്റെ മുമ്പിലാണ് ഞാനുള്ളത്. 1963 അന്ന് ഹസ്രത്ത് ബാൽ മോസ്കിൽ സൂക്ഷിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി 1963 മോഷണം പോവുകയാണ്. പിന്നീട് അതുമായി സംഭവിച്ച ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് എല്ലാം മൂകസാക്ഷിയായിട്ടുള്ള ഈ പള്ളിയുടെ വിശേഷങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പ്രവാചകന്റെ തിരുകേശം മദീനയിൽ നിന്നും ആദ്യമായി ഇന്ത്യയിലെത്തിക്കുന്നത് സയ്യിദ് അബ്ദുള്ള മദനി എന്ന വ്യക്തിയാണ്. മദീനയിൽ നിന്നും ഇന്ത്യയിലെത്തിയ അദ്ദേഹം ബിജാപൂരിൽ 1635 താമസം ആരംഭിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം തിരുകേശത്തിന്റെ അവകാശം അദ്ദേഹത്തിന്റെ മകനായ സയ്യിദ് ഹമീദിൽ വന്നു ചേരുകയും ചെയ്യുന്നു. മുഗളന്മാരുടെ അധിനിവേശ കാലത്ത് തിരുകേശത്തിന്റെ അവകാശം അദ്ദേഹത്തിൽ നിന്നും നഷ്ടപ്പെടുകയും കാശ്മീരി വ്യാപാരിയായിട്ടുള്ള ഖ്വാജ നൂറുദ്ദീൻ ഇഷായിക്ക് കൈമാറുകയും ചെയ്യുന്നു. അന്നത്തെ മുഗൾ ഭരണാധികാരിയായ ഔറംഗസേബ് തിരുകേശത്തെക്കുറിച്ച് കേട്ടറിയുകയും ഖ്വാജ നൂറുദ്ദീൻ ഇഷായിയെ ഡൽഹിയിൽ തടവിലാക്കുകയും ഈ തിരുകേശത്തിന്റെ അവകാശം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. തിരുകേശത്തിന്റെ അവകാശം ഏറ്റെടുത്തതിനു ശേഷം ഔറംഗസേബ് തിരുകേശം മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ദർഗയിലേക്ക് അത് കൊണ്ടുവരികയും അവിടെ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ഔറംഗസേബിന് ഒരു സ്വപ്ന ദൃഷ്ടാന്തമുണ്ടാവുകയും ആ സ്വപ്നത്തിൽ പ്രവാചകനും 4 ഖലീഫമാരും വന്ന് ഈ തിരുകേശം നൂറുദ്ദീൻ ഇഷായിക്ക് തിരികെ നൽകുവാനും അത് കാശ്മീരിലേക്ക് കൊണ്ടുപോകാനും കൽപ്പിക്കപ്പെടുന്നു. പക്ഷേ ഡൽഹിയിലെ ജയിലിൽ വെച്ച് രോഗാധിതനായി നൂറുദ്ദീൻ ഇഷായി മരണപ്പെടുന്നു. 1700 തിരുകേശം കാശ്മീരിലേക്ക് തിരികെ കൊണ്ടുപോവുകയും നൂറുദ്ദീൻ ഇഷായിയുടെ മകളായ ഇനായത്ത് ബീഗം തിരുകേശത്തിന്റെ അവകാശം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇനായത്ത് ബീഗത്തിന്റെ പിന്തുടർച്ചക്കാർ ഈ തിരുകേശത്തിന്റെ പരിപാലകരായി മാറി. ഇപ്പോഴും തിരുകേശത്തിന്റെ സംരക്ഷകരായിട്ടുള്ളത് ഇനായത്ത് ബീഗത്തിന്റെ പുരുഷന്മാരായിട്ടുള്ള പിന്തുടർച്ചക്കാരാണ്. പിന്നീട് 1963 ഡിസംബർ 27 തിരുകേശം മോഷണം പോവുകയും ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഡിസംബർ 31 CBIയോട് അന്വേഷിക്കുവാനും ഈ തിരുകേശം കണ്ടെത്തുവാനും ആവശ്യപ്പെടുന്നു. 1964 ജനുവരി 4 തിരുകേശം കണ്ടെത്തുകയും കുറ്റവാളികളെ പിടിക്കപ്പെടുകയും ചെയ്യുന്നു.